ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ജനലും വിൻഡോ അതേപോലെ തന്നെ ജനലിലെ കമ്പികൾ, ജനലിലെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു അടിപൊളി ടെക്നിക്കാണെന്ന് പറയുന്നത്. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ വെള്ളം എടുക്കുക, ഞാനിപ്പോൾ വലിയൊരു മഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വേണ്ട നമ്മളുടെ സോപ്പ് പൊടിയില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ അലക്കുന്ന സോപ്പ് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് സോഡാപ്പൊടി. ഇതുകൂടി നമുക്കിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. സോഡാപ്പൊടി കളറ് കളയും, അതായത് നമ്മളുടെ ഈ അഴുക്കിൻ്റെ കറയില്ലേ, കളറല്ല കറ, അത് കളയും സോഡാപ്പൊടി. സോപ്പ് നമ്മളുടെ അഴുക്കുകളൊക്കെ കളയാനാണ് സോപ്പ്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് രണ്ടെണ്ണം ചേർത്താൽ മതി. ഇനി നമുക്ക് ഇത് നമ്മൾ ഒരു വിൻഡോയ്ക്കൊക്കെ നമ്മൾ ഒരു മൊത്തത്തിലുള്ളതിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് 1, 2, അതിന് 3, 4 പാളികളുള്ള അങ്ങനത്തെ 2 ജനലുകൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ വേറെ ഇതിൽ എടുത്തിട്ട് കലക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അല്ലാതെ ഒരു ഇതിൽ തന്നെ മൊത്തം വീടും നമ്മൾ തുടച്ച് കളയരുത്. ഇനി നമുക്ക് ഒരു തുണി എടുക്കാം, കോട്ടൺ തുണിയൊക്കെ. അപ്പോൾ ഞാൻ ഈ തുണിയെടുത്ത് മുക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിൽ മുക്കിയെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ മിക്സാക്കിയില്ലേ, അതിൽ നല്ലോണം മുക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, നല്ലൊരു, നമ്മൾ സാധാരണ വെറും വെള്ളത്തിൽ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മണമായിരിക്കും നമ്മളുടെ വിൻഡോയ്ക്ക്. അല്ലെങ്കിൽ ഒരു മാറാലയും ഈ തണുപ്പ് കാലത്തൊക്കെ ഈ മറ്റേ പൂപ്പൽ പിടിച്ചതിൻ്റെയൊക്കെ മണമുണ്ട് നമ്മുടെ വിൻഡോയിലേക്ക്. അതൊക്കെ മാറാൻ നല്ലതാണ്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് ഈ ഒരു പാളികളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ തുടച്ച് വിടുക. ഇങ്ങനെ കണ്ടില്ലേ. അതിന് ശേഷം കണ്ട നല്ലവണ്ണം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, കണ്ടില്ലേ. ഇങ്ങനെ നമ്മൾ തുടയ്ക്കാം. നല്ല ക്ലീനായിട്ട് വരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, ഇതിൻ്റെ അവിടെയൊക്കെ പൊടിയുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ട് അഴുക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരാഴ്ചയിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അഴുക്ക് വരും ഇവിടെ അങ്ങനെയാണ്. നമ്മളത് അതിനുശേഷം അത് തുറന്നിട്ട് നമ്മൾ ആ ഗ്ലാസും കൂടി തുടയ്ക്കണേ, അത് മറക്കരുത്. പിന്നെ വിൻഡോ തുറന്നിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെ നമുക്ക് ആക്കി തുടയ്ക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നമ്മൾ ഒരു തവണ നമ്മൾ ഇങ്ങനെ ചെയ്തതിന് പിന്നെ നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലും പൊടി തട്ടണത് വെച്ചിട്ടൊന്ന് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾക്കിങ്ങനെ ഇരുന്ന് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടല്ലേ, ഇത് നമുക്ക് ചെയ്യാം. ഇവിടെ നല്ല മഴയുണ്ട്, അതാണ് ഇങ്ങനൊരു സൗണ്ട്. അപ്പം നമ്മളിത് ആദ്യം നല്ലവണ്ണം എല്ലാ ഭാഗത്തും ആക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ 2-3 തവണ തുടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ തുണി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴുകി കൊടുക്കണം. അതേപോലെ തന്നെ വെള്ളവും ചേഞ്ച് ചെയ്യണം, ഈ സോപ്പിൻ്റെ ഈ വെള്ളം കേട്ടോ. ഇപ്പം ഞാനിത് വിൻഡോവിൻ്റെ പുറത്താണ് കാണിക്കുന്നത്. ആ ഗ്ലാസ്സിൽ തന്നെ ഇതിനെ തുടച്ചാൽ മതി, നല്ല കളറൊക്കെ വന്നോളും, അഴുക്കൊക്കെ പോകും. ഗ്ലാസിൻ്റെ ഉള്ളിലും പുറത്തും തുടയ്ക്കണം കേട്ടോ. ഒരു സൈഡ് മാത്രമല്ല, നമ്മളിങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് വിൻഡോ ഒക്കെ പളവളാന്ന് തിളങ്ങാനായിട്ട് ഈ ഒരു സംഭവം, ഈ 2 മിക്സ് മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.